നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസങ്ങളായിട്ട് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ വാർത്തകളാണ് ഇടം നേടുന്നത്. അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളും അത് മറ്റു രാജ്യങ്ങളെ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതെല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇതിനിടയിൽ തന്നെ പല രാജ്യങ്ങളുടെയും കാലനാവുകയാണ് ട്രംപ്, പ്രത്യേകിച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തിരുന്ന ചില രാജ്യങ്ങൾക്ക്. ഇപ്പോൾ അദ്ദേഹം ചുമതലയേറ്റ് ഒരു ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയൊരു നടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ചില രാജ്യങ്ങൾക്ക് നൽകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് യമനിലെ ഹൂത്തികളുടെ കാര്യമാണ്. യമനിലെ ഹൂത്തികളുടെ കഥ ട്രംപിന്റെ കൈയോടെ തന്നെ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ് ട്രംപ് ഭരണകൂടം. യമനിലെ ഹൂത്തി വിമതരെ യുഎസിലെ ട്രംപ് ഭരണകൂടം വീണ്ടും ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ചത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ഹൂത്തികളുടെ കാര്യം ഉൾപ്പെട്ടത്. ഇത് പ്രകാരം സ്ഥിതിഗതികൾ മനസ്സിലാക്കി 30 ദിവസത്തിനകം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. പിന്നാലെ തന്നെ 15 ദിവസത്തിനകം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതായത് യമനിലേക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആദ്യ സർക്കാരിന്റെ അവസാനമായപ്പോഴും ഹൂത്തികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലെത്തി ആദ്യ ആഴ്ചകളിൽ തന്നെ യമനിലെ മാനുഷിക പ്രശ്നങ്ങൾ മുൻനിർത്തി ബൈഡൻ ഭരണകൂടം ഇത് റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ജാനുവരിയിൽ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന പട്ടികയിൽ ബൈഡൻ ഭരണകൂടം ഹൂത്തികളെ ഉൾപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോഴെല്ലാം തന്നെ ഹൂത്തികൾ പിന്നീട് രംഗത്ത് വന്നപ്പോൾ അമേരിക്കയായിരുന്നു അവരെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നിരുന്നത്. പല കപ്പലുകളും ചെങ്കടലിലൂടെ പോകുന്നത് ഹൂത്തികൾ ആക്രമണത്തിന് വിധേയമായപ്പോൾ അവയെല്ലാം തടഞ്ഞത് അമേരിക്കയായിരുന്നു. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും റഷ്യക്ക് ഇപ്പോൾ കടുത്ത മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയും ഉപരോധവും ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ കൂടി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് റഷ്യക്ക് കനത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. റഷ്യയെ വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞാണ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് തുടങ്ങുന്നത്. പരിഹാസ്യമായ യുദ്ധം ഉടനടി നിർത്തണം, കരാറിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ റഷ്യക്ക് മേൽ ഉപരോധവും ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയും തീരുവയും ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. യുഎസുമായി സഹകരിക്കുന്ന രാജ്യങ്ങളിലും സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന റഷ്യക്ക് ഒരു സഹായമാണ് ചെയ്യുന്നതെന്നും ട്രംപ് എടുത്തു പറയുന്നുണ്ട്. ട്രംപിന്റെ മുന്നറിയിപ്പിനോട് റഷ്യ പക്ഷേ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അധികാരമേറ്റ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കുമെന്ന് ട്രംപ് പറഞ്ഞതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപുമായി ചർച്ച നടത്താൻ പ്രസിഡന്റ് പുടിൻ സന്നദ്ധത അറിയിച്ചതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുഎസ് പ്രസിഡന്റായി ഔദ്യോഗികമായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിനെ പുടിൻ അഭിനന്ദിച്ചിരുന്നു. യുക്രൈനെ സംബന്ധിച്ചും ആണവായുധങ്ങളെ സംബന്ധിച്ചും യുഎസ് ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ അറിയിച്ചിരുന്നു. റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പുതിയ യുഎസ് ഭരണകൂടത്തിന്റെ സന്നദ്ധത താൻ അംഗീകരിച്ചതായും വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴും 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കുന്നതിനെ യുക്രൈനിലേക്ക് ആയുധങ്ങൾ അയക്കുന്ന തന്റെ മുൻഗാമിയായ ജോ ബൈഡന്റെ നയം ട്രംപ് തുടരുമോ എന്ന് പറയാൻ ഇപ്പോഴും വിസമ്മതിച്ചു. ഞങ്ങൾ അത് നോക്കുകയാണ്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇത്ര മാത്രമാണ്: ഞങ്ങൾ പ്രസിഡന്റ് സെലൻസ്കിയുമായി സംസാരിക്കുകയാണ്, ഞങ്ങൾ ഉടൻ തന്നെ പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കാൻ പോകും എന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിനിടെ പല നീക്കങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് ട്രംപ് ഒരു വിദേശ ഭരണാധികാരിയുമായി സംസാരിക്കുന്നത്. ട്രംപ് ചുമതലയേറ്റതിന് പിന്നാലെ യുഎസിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ 460 പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് റിപ്പോർട്ട്. ലൈംഗിക അതിക്രമം അടക്കം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ് പിടിയിലായത്. നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മെക്സിക്കൻ അതിർത്തിയിലേക്ക് 1500 സൈനികരെ അയച്ചതായും വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം ഇനി എന്ന് അവസാനിക്കും എന്നുള്ള ചോദ്യം ട്രംപ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഏതായാലും അദ്ദേഹം അധികാരത്തിലേറി 2 ദിവസമാണ് പിന്നിടുന്നത്. എന്തെങ്കിലും മാറ്റം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഏതായാലും പുടിൻ വലിയ വില ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. യുക്രൈനെ നിസ്സാരമായി തോൽപ്പിക്കാം എന്ന് കരുതി യുദ്ധം ആരംഭിച്ച റഷ്യ ഇപ്പോൾ യുക്രൈന് മുന്നിൽ നട്ടം തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്.
റഷ്യയുടെ കിലോമീറ്ററുകളോളം ഭൂമി യുക്രൈൻ പിടിച്ചെടുത്തത് ഇനിയും തിരികെ പിടിക്കാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടുമില്ല. ഉത്തര കൊറിയൻ സൈനികരും റഷ്യയെ സഹായിക്കാനായി യുദ്ധക്കളത്തിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വന്ന റിപ്പോർട്ടുകളിൽ ഒരുപാട് ഉത്തര കൊറിയൻ സൈനികർക്ക് തങ്ങളുടെ ജീവൻ യുദ്ധഭൂമിയിൽ നഷ്ടപ്പെട്ടു എന്നായിരുന്നു. യുദ്ധത്തിൽ റഷ്യൻ സൈന്യം ഉത്തര കൊറിയൻ സൈനികരെ പരിചയമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും ആരോപണം ഉയരുകയാണ്. റഷ്യൻ സൈന്യത്തിലെ ഉന്നതർ കൊറിയൻ സൈനികർക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നും പരാതി ഉയരുകയാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ നിരവധി കൊറിയൻ സൈനികർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ മാസം ആദ്യം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തിയത് കുർസ്കിൽ മാത്രം 3800 ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ്. ഒരു ദിവസം 90-ലധികം കൊറിയൻ സൈനികരാണ് കൊല്ലപ്പെടുന്നത് എന്നാണ് കണക്ക്. ഏതായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സംഭവിച്ചതുപോലുള്ള ഒരു മാറ്റം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ട്രംപിന് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ട്രംപ് അധികാരത്തിലേറുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്ന 3 പേരെ വിട്ടയച്ചത്. വലിയൊരു മാറ്റമാണ് ട്രംപ് അധികാരത്തിലേറി നിമിഷങ്ങൾ കഴിയുമ്പോൾ മാത്രം സംഭവിച്ചത്. ഏതായാലും ഈ ഒരു യുദ്ധത്തിലും എന്തെങ്കിലും ഒരു മാറ്റം ട്രംപിനെ കൊണ്ട് മാത്രമേ കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് യുദ്ധവിദഗ്ധരടക്കം വിലയിരുത്തുന്നത്.